ഇന്ന് ഒരു അടിപൊളി ചക്കയപ്പമാണ് ഉണ്ടാക്കുന്നത്. അത് വാഴയിലയിൽ പരത്തി വാഴയിലയിൽ ചുട്ടെടുത്ത ചക്കയപ്പം, ചക്കയട. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് അരിപ്പൊടി, അപ്പത്തിന് വേണ്ടിയൊക്കെ നൈസായിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന കൂട്ട് അരിപ്പൊടി, പിന്നെ ഒരു കുഞ്ഞ് ടീസ്പൂൺ കുഞ്ചീരകം. ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ അല്പം വേണ്ടവർക്ക് കുറച്ച് കൂടുതലിടുക, അല്ലെങ്കിൽ കുറച്ച്. പിന്നെ ഒരു 3/4 കപ്പോളം ശർക്കര പാനി മധുരത്തിനനുസരിച്ച്, പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത്, പിന്നെ ഒരു നുള്ളു ഉപ്പ്, അത് ആവശ്യത്തിന് വേണ്ടി മാത്രം നുള്ളു ഉപ്പ് ചേർക്കുക. കാരണം ശർക്കര ചേർത്തുകൊണ്ട് അധികം ഉപ്പ് കൂടാൻ പാടില്ല, കുറച്ച് മാത്രം. അതിനുശേഷം നമ്മൾ ചക്കപ്പഴം നമ്മൾ വരട്ടി വെച്ചേക്കുന്നതാണ് ചേർക്കുന്നത്. അതൊരു 3/4 കപ്പോളം ചേർക്കാം. ചക്കയുടെ അടയുടെ ടേസ്റ്റിനകത്ത് ചക്കയുടെ ഒരു ഇത് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ, ഒരു കപ്പ് വരെ ചേർക്കാം. ഇവിടെ 3/4 കപ്പോളമാണ് എടുത്തിരിക്കുന്നത്. ചക്കപ്പഴം വരട്ടി വെച്ചിരിക്കുന്നതാണ് നന്നായിട്ട്. അപ്പോൾ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങനെ വരട്ടി ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് ചക്കയപ്പോ പൂച്ചയപ്പോ എന്തെങ്കിലും കുമ്പളപ്പോ ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു 1/4 കപ്പോളം റവ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊരു റവ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് യോജിപ്പിക്കുക. കാരണം വരട്ടിയ ചക്ക ആയതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു വാഴയില എടുത്തതിന് ശേഷം നൈസായിട്ട് പരത്തുക. നല്ല നൈസായിട്ട് പരത്തണം, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഉള്ളൊന്നും വേവാതിരിക്കും. കാരണം നമ്മൾ തീയിൽ ചുട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ നല്ല നൈസായിട്ട് പരത്തണം. ചക്ക വരട്ടിയതായതുകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തില്ലേ, ആ ചക്ക വരട്ടീൻ്റെ ഇങ്ങനെ അതൊരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിനുള്ളിൽ കിടക്കും. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം, കുഴയ്ക്കണം. അതിനുശേഷം വേണം വാഴയിലയിൽ നൈസായിട്ട് വേണം പരത്താൻ. അതിനുശേഷം നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച് ഇങ്ങനെ ഒരു ചട്ടി വെക്കുക. അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് ഒരു 15 മിനിറ്റോളം തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചെടുക്കുക. ഒരു മീഡിയം തീയിലിട്ടാണ് വേവിക്കേണ്ടത്. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ അതെടുക്കുക.